IPL 2026 സീസണിലേക്ക് കടക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ദേജാവു ഉണ്ടായാൽ കുറ്റം പറയുവാൻ പറ്റില്ല. പരിചയസമ്പന്നനായ ഒരു റോക്ക് സ്റ്റാർ സ്പിൻ ബോളറും താരതമ്യേന പ്രായവും താരമൂല്യവും കുറഞ്ഞ ഒരു കൂട്ടം കളിക്കാരും 2008 സീസണിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ടീമുമായാണ് അവരുടെ വരവ്. ഈ കോമ്പിനേഷൻ അവരുടെ ശക്തികളെയും ദൗർബല്യങ്ങളെയും മുന്നിലുള്ള അവസരങ്ങളെയും ഭീഷണികളെയും ഒരുപോലെ എടുത്തുകാട്ടുന്നു. റോയൽസിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ യുവ കോർ തന്നെയാണ്. ഭാവി ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഇന്ത്യൻ ബേസാണ് ടീമിനുള്ളത്. റിയാൻ പരാഗ് നയിക്കുന്ന ടീമിൽ യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുരേൽ, രവി ബിഷ്ണോയ് പോലുള്ള കഴിവുള്ള ഒട്ടേറെ താരങ്ങളുണ്ട്. അവർ കളത്തിലേക്ക് കൊണ്ടുവരുന്ന ആത്മവിശ്വാസവും ആക്രമണ മനോഭാവവും റോയൽസിനെ അപകടകാരികളായ ഒരു ടീമാക്കി മാറ്റുന്നു. ഇതിനു പുറമെ രവീന്ദ്ര ജഡേജയുടെ സാന്നിധ്യം ഈ യുവ സംഘത്തിന് ഒരു സ്ഥിരതയും തന്ത്രപരമായ ദിശയും നൽകുന്നു. യുവത്വവും അനുഭവവും തമ്മിലുള്ള ഈ ബാലൻസ് റോയൽസിന്റെ പ്രധാന കരുത്താണ്. എന്നാൽ ഈ യുവത്വം തന്നെയാണ് ചിലപ്പോൾ അവരുടെ ദൗർബല്യമായി മാറാൻ സാധ്യതയുള്ളത്. വലിയ സമ്മർദ്ദ മത്സരങ്ങളിൽ സംയമനം നിലനിർത്താൻ കഴിയുമോ എന്നത് ഇപ്പോഴും സംശയമായി നിലനിൽക്കുന്നു. പരാഗ് എന്ന പുതിയ നായകന് ക്യാപ്റ്റൻസി പരിചയം കുറവാണെന്നതും ഒരു നിർണായക ഘടകമാണ്. കൂടാതെ കഴിഞ്ഞ സീസണിൽ തന്നെ പ്രകടമായിരുന്ന ബോളിംഗ് അസ്ഥിരത മുഴുവൻ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല. അതേസമയം മുന്നിലുള്ള അവസരങ്ങൾ വളരെ ആകർഷകമാണ്. യുവതാരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഈ മോഡൽ വിജയിച്ചാൽ IPL ഒരു പുതിയ ടീം ബിൽഡിംഗ് ബ്ലൂ പ്രിന്റ് തന്നെ അവർക്ക് സ്ഥാപിക്കാൻ കഴിയും. സ്ഥിരതയുള്ള കോർ രൂപീകരിച്ച് പല സീസണുകളിലായി ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യത അവർക്ക് മുന്നിലുണ്ട്. സംഘകാരെ പോലുള്ള ഒരു സീനിയർ താരത്തിന്റെ കീഴിലുള്ള പരിശീലനം ഈ യുവത്വത്തെ വേഗത്തിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ ഭീഷണികളും ശക്തമാണ്. IPL പോലുള്ള മത്സരത്തിൽ യുവത്വത്തിന്റെ ആവേശം മാത്രം മതിയാവില്ല, പക്വതയും നിർണായകമാണ്. എതിരാളികൾ റോയൽസിന്റെ ബൗളിംഗ് യൂണിറ്റിനെ ലക്ഷ്യമിടും. കൂടാതെ 1-2 പ്രധാന താരങ്ങൾ ഫോമിൽ നിന്ന് പുറത്തായാൽ ടീമിന്റെ ബാലൻസ് തകരാൻ സാധ്യതയുണ്ട്. റോയൽസ് വിജയിച്ചാൽ അതൊരു വിപ്ലവത്തിന്റെ കഥയായിരിക്കും. പരാജയപ്പെട്ടാൽ അത് പരിചയത്തിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദാഹരണമായി മാറും.